എല്ലാവർക്കും ടെക്ലൈമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് മൗസിന്റെ ഒരു കമ്പാരിസൺ ആണ്. സോ ഇത് രണ്ടും 500 താഴെ വരുന്ന ബെസ്റ്റ് ബഡ്ജറ്റ് മൗസുകളുടെ ഗെയിമിംഗ് മൗസുകളുടെ ഒരു കമ്പാരിസൺ ആണ്. സോ ഒരു മൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെബ്രോണിക്സ് ട്രാൻസ്ഫോമർ M എന്ന് പറയുന്ന മൗസ് ആണ്. അതാണ് അതിന്റെ ബോക്സ് കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കും. മൗസ് എനിക്ക് ഒരു 380 അല്ലെ ആ റേഞ്ചിട്ടാണ് ഈ മൗസ് വന്നത്. ഇപ്പോൾ ഉപയോഗിച്ചിട്ടൊരു 6 മാസം അടുത്തായിട്ടുണ്ട്. സോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് അതിന്റെ ബോക്സും കണ്ടക്റ്റൊക്കെ ഇവിടെ അതിന്റെ സ്പെക്കിംഗ് ആണ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം 3200 DP ആണ് വരുന്നത്. RGB ആണ് അത് വരുന്നുണ്ട്. പിന്നെ ബ്രൈഡർ കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിത് മെയിൻ ആയിട്ട് കമ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ HP ഒരു ഗെയിമിംഗ് മൗസ് വരുന്നുണ്ട്. M260 എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. അതായിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. സോ ആ മോഡലായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അതാണ് അതിന്റെ ബോക്സ് കണ്ടന്റ്. ബ്ലൂ ബോക്സ് വരുന്ന ഇതാണ് മൗസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ജെബ്രോണിക്സ് ആണ്. ഇതാണ് ജെബ്രോണിക്സ് മൗസ്. ഇച്ചിരി ലാർജർ മൗസ് ആണ്. അപ്പോൾ വെക്കുവാണെങ്കിൽ തന്നെ ഇച്ചിരി ലാർജാണ്. എന്റെ കൈ വെച്ച് നോക്കുവാണെങ്കിൽ എന്റെ ചെറിയ കൈയാണ് വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ലാർജർ മൗസ് ആണ്. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഫുൾ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. ഇവിടെയൊക്കെ ഫുൾ പ്ലാസ്റ്റിക് വരാം. ഇവിടെ നമുക്ക് റബ്ബർ കോട്ടഡ് ആണ്. റബ്ബർ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഗ്രിപ്പിന് ബെറ്റർ ആണ് ഈ മൗസ് എന്ന് പറഞ്ഞാൽ. ബട്ടൺസ് ഒക്കെ അത്യാവശ്യം നല്ല ബട്ടൺസ് ആണ്. ഇതിന്റെ സൗണ്ട് ഒക്കെ ഒന്ന് അറിയാൻ പറ്റും. സ്ക്രോൾ വീലും അത്യാവശ്യം നല്ല സ്ക്രോൾ വീൽസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് DPI സ്വിച്ച് ചെയ്യാനാണ്. ഇപ്പോൾ 1 2 3 4 1 2 3 4 5 ബട്ടൺസ് ആണ് വരുന്നത്. ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 ഇവിടെ നമുക്ക് DPI സ്വിച്ച് ചെയ്യാൻ പറ്റും. 800 1600 2400 3200 അങ്ങനെയാണ് DPI വരുന്നത്. പിന്നെ ഇവിടുത്തെ സ്വിച്ചുകൾ അത്രയ്ക്ക് ഒരു ക്വാളിറ്റിയുള്ള സ്വിച്ചുകളല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്വിച്ചാണ് വരുന്നത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേബിളാണ്. അതിന്റെ കേബിൾ നല്ല ബ്രൈഡഡ് കേബിളാണ് വരുന്നത്. അടിപൊളി കേബിളാണ് ഉപയോഗിച്ചേക്കുന്നത്. 380 350 രൂപയ്ക്ക് പറ്റിയ ഒരു മൗസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇൻ ടെൻസ് ഓഫ് ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ മൗസ് കേബിളിന്റെ കാര്യത്തിൽ പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. USB Type A. പിന്നെ അടിയിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഇത് വരുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു പ്ലേറ്റിംഗ്, ഒരു ടെനസിക് പ്ലേറ്റ് പോലെ സാധനം വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അത് നമുക്കൊരു ബിൽഡ് ക്വാളിറ്റി കൂടി കൂട്ടും. പക്ഷേ ഇൻ ടേംസ് നമ്മൾ വെക്കാൻ സ്ഥലത്തൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഈ സൈഡിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ക്രീക്കിംഗ് സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ക്രീക്കിംഗ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് വലിയ പ്രശ്നം. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ. പിന്നെ സെൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര റെസ്പോൺസീവ് ആയിട്ടുള്ള സെൻസർ അല്ല ഉപയോഗിക്കുന്നത്. അത് ഞാനിപ്പോൾ PC ഉപയോഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു എന്താ പറയാ, ഒരു വീഡിയോ എഡിറ്റിംഗ് ടൈമിലൊക്കെ അങ്ങനെ എന്താ പറയാ, ഒരു നമ്മുടെ ഒരു ടൈം ലൈൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കുമ്പോൾ ഇത് വിട്ട് കളയുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ മൗസിലുണ്ട്. ഇതിന്റെ അതായത് ഡ്രോബാക്ക് എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ മൗസ് വെച്ച് നോക്കുമ്പോൾ ഇത് ലാർജർ ആണ്. ഇതിന്റെ ലൈറ്റിങ്ങിനെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ലൈറ്റ് വരുന്നത് ഈ സൈഡിൽ നിന്നൊക്കെയാണ് ലൈറ്റ് വരുന്നത്. റെഡ് ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. ലൈറ്റ് നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാന്നേ ഉള്ളൂ. ഇത് ഞെക്കി പിടിച്ചിട്ടൊന്ന് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് DPI ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. 2400 അങ്ങനെ DPI ചേഞ്ച് ആവും. പിന്നെ നമുക്ക് ഫുള്ളി ഇത് ഓഫ് ആക്കാം. ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിലും ക്ലിക്ക് ചെയ്തോണ്ടിരുന്നാൽ മതി, ലൈറ്റ് ഓഫ് ആവും. അതിന്റെ RGB എന്ന് പറഞ്ഞാൽ RGB എന്ന് പറയാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു റെഡ് ബ്ലൂ മാറ്റൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ബ്രീത്തിങ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ജസ്റ്റ് ലൈറ്റ് അത്രേ ഉള്ളൂ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻസറാണ്. അത്ര ക്വാളിറ്റിയുള്ള സെൻസർ അല്ല ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ബഡ്ജറ്റിലുള്ളൊരു മൗസാണ്. അതേസമയം നമ്മളിപ്പോ HP നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടിപ്പിക്കൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഓഫീസ് മൗസ് പോലെ ഇരിക്കും ശരിക്കും പറഞ്ഞത്. ഈ മൗസ് ശരിക്കും പറഞ്ഞാൽ മേളിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ ഓഫീസ് മൗസ് പോലെ ഇരിക്കും. ഇതിന്റെ ബിൽഡ് എന്ന് പറഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റിക് ആണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സാധനം താഴ്ത്തില്ല. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. ഇവിടെ മേളിലെ ക്ലിക്സ് ഒക്കെ അറിയാൻ പറ്റും. ചുടി റെസ്പോൺസീവ് ആണ്. സ്ക്രോളിൽ അടിപൊളിയാണ്. സ്ക്രോളിൽ അത് ശരിക്കും ആ സ്ക്രോൾ അറിയാൻ പറ്റും. സ്ക്രോളിൽ തിരിയുന്നതൊക്കെ ശരിക്കും അറിയാൻ പറ്റും. സൈഡിലെ ബട്ടൺസ് ഒക്കെ ഇച്ചിരി ക്ലിക്കിയാണ്. എനിക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. വളരെ ക്ലിക്കി ആയിട്ടുള്ള ഇതാണ്. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വയർ, അതിന്റെ വയർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ബ്രേഡൊന്നും അല്ല, വളരെ തിന്നായിട്ടുള്ള ഒരു വയറാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡോ ഒന്നും അല്ല ഇതിന്റെ USB ഇരിക്കുന്നത്. സാധാരണ ഒരു വയറാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാ ഒരു വയറാണ്. ഇവിടെ നമുക്ക് HP ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇവരുടെ ടിപ്പിക്കൽ കീബോർഡും ഈ മൗസ് ഈ കീബോർഡിനും ഈ കേബിൾ തന്നെ ഇവർ ഉപയോഗിക്കുന്നത്. ഇച്ചിരി കട്ടി കൂടി കേബിളാന്നേ ഉള്ളൂ. സെയിം USB കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് DPI ചേഞ്ച് ചെയ്യാൻ പറ്റും. 800 1600 2400 3200 ഇത് 6400 വരെയാണ് DPI വരുന്നത്. പിന്നെ പ്രൊഫഷണൽ ഗെയിമിംഗ് ഗ്രേഡ് സെൻസറാണ് ഉപയോഗിക്കുന്നതാണ് HP പറയുന്നത്. പക്ഷെ രണ്ട് മൗസിലും
125 ഹെർട്സ് ആണ് പുള്ളിംഗ് റേറ്റ് വരുന്നത്. ജെബ്രോണിക്സ് ട്രാൻസ്ഫോമർ എമ്മിലും HP-യുടെ M260-ലും രണ്ടിലും വരുന്നത് 125 ഹെർട്സ് പുള്ളിംഗ് റേറ്റ് ആണ്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഒരാൾക്കാർക്ക് ഇത് മതി. ശരിക്കും പറഞ്ഞാൽ 125 ഹെർട്സ് മതി പുള്ളിംഗ് റേറ്റ്. ഇപ്പൊ നിങ്ങളൊരു പ്രൊഫഷണൽ ഒക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് 1000 ഹെർട്സ് പുള്ളിംഗ് റേറ്റ് വരുന്ന മൗസ് ഒക്കെ വേണ്ടത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൗസ് തന്നെയാണ്. ഇതിന്റെ RGB ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ RGB അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോജിടെക്കിന്റെ ഒരു മൗസ് ഉണ്ട്, G102 എന്ന് പറഞ്ഞ മൗസ്. അതിന്റെ സെയിം ഒരു RGB ഇതൊക്കെയാണ് വരുന്നത്, സെയിം ഡിസൈൻ ആണ് വരുന്നത്. നോക്കുമ്പോൾ പിന്നെ RGB ഇവിടെ ആവില്ല. ഇവിടെ HP ലോഗോ ലൈറ്റ് അപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ലൈറ്റ് പോവുകയും ചെയ്യും. നമുക്ക് ലൈറ്റിങ്ങിന്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ മൗസിന്റെ എന്ന് പറഞ്ഞാൽ 5 ലൈറ്റിംഗ് മോഡാണ് വരുന്നത്. നമുക്ക് ഇത് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ലെഫ്റ്റ് മൗസ് ബട്ടണും നമ്മുടെ DPI ബട്ടണും കൂടി ഞെക്കണം. ആദ്യം ലെഫ്റ്റ് മൗസ് ബട്ടൺ ഞെക്കിയിട്ട് DPI ഞെക്കുമ്പോഴാണ് ചേഞ്ചസ് വരുന്നത്. ഇവിടെയാണ് വരുന്നത്. ശരിക്കും സ്വീറ്റ് LED അടിപൊളിയാണ്. HP ലോഗോ ലൈറ്റ് അപ്പ് ആവും. ഇവിടെ സൈഡ് കണ്ടോ നിങ്ങൾ, അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ കാണാനൊക്കെ കാണാനായിട്ട്. അതൊന്ന് ഇത് നമുക്ക് വേറെ ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് കാണാൻ പറയാൻ പറ്റും. നമ്മൾ ഇവിടെ നിൽക്കുക, നമ്മൾ ഞെക്കിയ കണ്ട ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ലോ പോലെ ബ്രീത്തിങ് പോലെയാവും. പിന്നെ ഓഫ്, പിന്നെ ഇങ്ങനെ ഫാസ്റ്റർ ആയിട്ട് വരും. പിന്നെ ഒന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ഓരോ ലൈറ്റ് ചേഞ്ച് ആയിട്ട് വരും. പിന്നെ നമുക്ക് ഓഫ് ആക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. സെൻസർ കൂടി റെസ്പോൺസീവ് ആയിട്ടുള്ള കിടുക്കൻ സെൻസറാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ ശരിക്കും ഡിഫറൻസ് തോന്നുന്നു മൗസിന്റെ കാര്യത്തിലൊക്കെ. നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് സൈസ് ചേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ ചെറിയൊരു മൗസാണ്, വളരെ ഹാൻഡി ആയിട്ടുള്ള മൗസാണ്. ഇതിന്റെ പകുതി സൈസേ വരുന്നുള്ളൂ. ഇത്തിരി ബൾഗി ആയിട്ടുള്ള മൗസാണ്. ഇത് നല്ല വെയിറ്റ് കുറവുള്ള മൗസാണ്. 99 ഗ്രാംസ് ഒക്കെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് വേറെ വെയിറ്റ് ആണ്. വെയിറ്റിന് 20 വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ ഇത് ഇച്ചിരി വീതി കൂടുതലായതുകൊണ്ടോ വലുതായതുകൊണ്ടോ തന്നെ ചിലർക്ക് പ്രശ്നം ഉണ്ടാവും ഈ മൗസ് ഉപയോഗിക്കും. പക്ഷെ ഇത് കറക്റ്റ് സൈസാണ്. കറക്റ്റ് സൈസും കറക്റ്റ് ഷേപ്പുമാണ്. നമ്മുടെ കൈ ഇരിക്കുന്ന ഇതുണ്ട്, കൈയും എല്ലാം കറക്റ്റ് ബട്ടർ ആയിട്ടിരിക്കും. കറക്റ്റ് പ്ലേസ്മെന്റിലാണ് വരുന്നത് എല്ലാം. ഇതിന്റെ ഗുണം. പിന്നെ RGB ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ RGB ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ സൈഡിൽ ഇരിക്കുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട്. ഒരു അണ്ടർ 400 റുപ്പീസിന് അല്ലെ അണ്ടർ 500 റുപ്പീസിന് ചേഞ്ച് ചെയ്ത് വരും പ്രൈസ്. ചിലപ്പോൾ ഇതിന് 427 വരും. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് 380 ഇതൊന്ന് പ്രൈസ് നിങ്ങൾ നോക്കുക. രണ്ടിന്റെയും ലിങ്ക്സ്, ബൈങ് ലിങ്ക്സ് ആമസോണിന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെക്ടർ സെൻസർ കാര്യങ്ങളും ഒക്കെ HP-യിലാണ് ഇരിക്കുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി വയർ ഒഴിച്ച് ബാക്കി ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി കാര്യത്തിലൊക്കെ ബെറ്റർ മൗസ് നമ്മുടെ HP-യുടെ മൗസ് തന്നെ M260 തന്നെയാണ്. ജെബ്രോണിക്സിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ വയർ ക്വാളിറ്റി അടിപൊളിയാണ്. ബ്രൈഡ് കേബിളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ഗെയിമറി ലുക്കാണ് വേണ്ടതെങ്കിൽ ജെബ്രോണിക്സിന്റെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. പക്ഷേ സെൻസർ ക്വാളിറ്റി വേഴ്സ് ആണ്. HP ആണ് സെൻസർ ക്വാളിറ്റിയിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. സോ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ സെൻസർ ക്വാളിറ്റി വെച്ച് നോക്കി എടുക്കുക. പിന്നെ ഇതിന് അത്യാവശ്യം RGB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്തിരി അണ്ടർസ്റ്റേറ്റഡ് ആയിട്ടുള്ള ലുക്കാണ്. ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ RGB ആണ് ഇഷ്ടം. അങ്ങനെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ RGB ഓൺ ആയിക്കൊണ്ടിരുന്നാൽ ഇതിന്റെ RGB മേളിട്ടാ ഇവിടെ എങ്ങാണ്ട് അതിന്റെ RGB ഇരിക്കുന്നത്. ഇത് LED ബൾബ് ഇരിക്കുന്നത്, LED ലൈറ്റ് ഇരിക്കുന്നത്. ഇത് മുഖത്തോട്ട് അടിക്കണ പോലെ ഇരിക്കും ചില സമയത്ത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇതിലാണ് അങ്ങനെ ഇല്ല. നമുക്ക് ഇതിങ്ങനെ ഫ്ലഷ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. കണ്ട ഇതൊരു ലൈറ്റ് കളർ മീൻസ് മുഖത്തോട്ട് അടിക്കുന്ന ഒരു ഇതല്ല. കറക്റ്റ് ഫീലാണ് ഇതിന്. ശരിക്കും കയ്യിലിരിക്കുമ്പോഴൊക്കെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ മൗസസ് ഉണ്ട്. അത് 600, 700, 1000 രൂപയൊക്കെ വരെയുള്ള റേസറിന്റെ മൗസ് വരുന്നുണ്ട്. ലോജിടെക്കിന്റെ തന്നെ മൗസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ബഡ്ജറ്റിൽ എനിക്ക് തോന്നിക്കുന്നത് M260 നല്ലൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.